യൂത്ത് കോൺഗ്രസ് ആഹ്വാനം ചെയ്ത മിന്നൽ ഹർത്താൽ കോടതി അലക്ഷ്യ നടപടിയും ക്രിമിനൽ കുറ്റവുമാണെന്ന് ഹൈക്കോടതി. ഹർത്താലിന് ആഹ്വാനം ചെയ്ത യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ ഡീൻ കുര്യാക്കോസിനും യുഡിഎഫിന്റെ കാസർഗോഡ് ജില്ലാ ചെയർമാനും കൺവീനർക്കും കോടതി അലക്ഷ്യ നോട്ടീസ് അയച്ചു. മിന്നൽ ഹർത്താൽ നീതീകരിക്കാനാകില്ലെന്ന് പറഞ്ഞ കോടതി നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്നവർ പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്ന മുന്നറിയിപ്പും നൽകി. മുൻകൂർ അഴിമതിയും 7 ദിവസം മുൻപ് നോട്ടീസും നൽകാതെ ഹർത്താൽ പ്രഖ്യാപിക്കരുതെന്ന ഇടക്കാല ഉത്തരവ് ലംഘിച്ചതിനെ തുടർന്നാണ് മിന്നൽ ഹർത്താലിൽ ഹൈക്കോടതി സ്വമേധയാ കേസെടുത്ത് നടപടി ആരംഭിച്ചത്. മിന്നൽ പണിമുടക്ക് കോടതിയലക്ഷ്യവും ക്രിമിനൽ കുറ്റവുമാണെന്ന് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് വിലയിരുത്തി. മിന്നൽ ഹർത്താൽ എങ്ങനെ നടത്താനാവും, ആരാണ് ആഹ്വാനം ചെയ്തതെന്നും ഹൈക്കോടതി ചോദിച്ചു. ഹർത്താൽ നിയമവിരുദ്ധവും നീതീകരിക്കാനാവാത്തതുമാണ്. ഹർത്താലിന്റെ പേരിൽ സർക്കാർ സേവനങ്ങൾ നിർത്തിവെക്കരുത്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടച്ചിടുകയോ പൊതുഗതാഗതം നിർത്തിവെക്കുകയോ ചെയ്യരുതെന്നും ഹൈക്കോടതി ആവശ്യപ്പെട്ടു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ ഡീൻ കുര്യാക്കോസ് ഫേസ്ബുക്കിലൂടെ ഹർത്താലിന് ആഹ്വാനം ചെയ്ത തെളിവുകൾ സർക്കാർ ഹാജരാക്കി. തുടർന്ന് ഡീൻ കുര്യാക്കോസ്, യുഡിഎഫിന്റെ കാസർഗോഡ് ജില്ലാ ചെയർമാൻ MK കമറുദ്ദീൻ, കൺവീനർ A ഗോവിന്ദൻ നായർ എന്നിവർക്ക് കോടതിയലക്ഷ്യ നോട്ടീസ് അയച്ചു. വെള്ളിയാഴ്ച നേരിട്ട് ഹാജരാകണമെന്നാവശ്യപ്പെട്ടാണ് പോലീസ് മുഖേന നോട്ടീസ് അയച്ചത്. കേരളത്തിൽ 1 ലക്ഷം ICSE വിദ്യാർത്ഥികളെ ഹർത്താൽ ബാധിച്ചതായും 10ാം ക്ലാസ് പരീക്ഷ മാറ്റിവെക്കേണ്ടി വന്നതായും സർക്കാർ കോടതിയെ അറിയിച്ചു. സ്വകാര്യ ബസ് സർവീസിനെയും ബാധിച്ചിട്ടുണ്ട്. വിവിധയിടങ്ങളിൽ അക്രമവും നാശനഷ്ടങ്ങളും ഉണ്ടായതായും നഷ്ടപരിഹാരം വിലയിരുത്തണമെന്നും സർക്കാർ ആവശ്യപ്പെട്ടു. തുടർന്ന് അക്രമങ്ങളുടെ ദൃശ്യങ്ങൾ ശേഖരിക്കണമെന്ന് സർക്കാരിനോട് ഹൈക്കോടതി നിർദ്ദേശിച്ചു. മിന്നൽ ഹർത്താലുകൾ മാധ്യമങ്ങൾ വാർത്തയാക്കരുതെന്നും കോടതി പറഞ്ഞു. വെള്ളിയാഴ്ചക്കകം സർക്കാർ സത്യവാങ്മൂലം നൽകാനും ഹൈക്കോടതി നിർദ്ദേശിച്ചു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. കാസർകോട്ടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് സംസ്ഥാന വ്യാപകമായി യൂത്ത് കോൺഗ്രസ് പ്രഖ്യാപിച്ച ഹർത്താലിൽ വ്യാപക ആക്രമണം. യൂത്ത് കോൺഗ്രസ് സെക്രട്ടേറിയറ്റിലേക്ക് നടത്തിയ മാർച്ച് അക്രമാസക്തമായി. മാധ്യമപ്രവർത്തകർക്ക് നേരെയും പോലീസിന് നേരെയും പ്രവർത്തകർ കല്ലെറിഞ്ഞു. വിവിധയിടങ്ങളിൽ പ്രവർത്തകർ കടകൾ അടപ്പിക്കുകയും ബസ്സുകൾ തടയുകയും ചെയ്തു. ഷീജ ചേരുകയാണ് വിവരങ്ങളുമായി. ഷീജ, ഇന്നത്തെ ഹർത്താലിൽ സംസ്ഥാനമൊട്ടാകെ വ്യാപക അക്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ എങ്ങനെയാണ് സാഹചര്യം? തീർച്ചയായിട്ടും പ്രിയ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് വ്യാപകമായ തരത്തിൽ അക്രമ സംഭവങ്ങൾ തന്നെയാണ് ഇന്നത്തെ ഹർത്താലിന്റെ മറവിൽ അരങ്ങേറുന്നത്. പ്രത്യേകിച്ചും KSRTC ബസ്സുകൾക്ക് നേരെ വ്യാപകമായി കല്ലേറാണ് ഉണ്ടാകുന്നത്. പലയിടങ്ങളിലും ഇത്തരത്തിൽ കല്ലേറ് രൂക്ഷമായതിനെ തുടർന്ന് സർവീസ് നിർത്തിവെക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരിക്കുകയാണ്. കടകമ്പോളങ്ങൾ, തുറന്നു പ്രവർത്തിക്കുന്ന കടകൾ ബലം പ്രയോഗിച്ച് കടകൾ അടപ്പിക്കാനുള്ളൊരു ശ്രമം അതും പലയിടങ്ങളിലും സംഘർഷത്തിൽ കലാശിച്ചിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയിരുന്നു. മാർച്ചിൽ പ്രകടനം നടത്തിയെത്തിയവർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ പോലീസ് തയ്യാറാക്കിയിരുന്ന ബാരിക്കേഡുകൾ വലിച്ച് താഴെയിടാൻ ശ്രമിക്കുകയായിരുന്നു. തുടർന്ന് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. എന്നാൽ ഈ ഒരു സാഹചര്യത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പോലീസിനും മാധ്യമപ്രവർത്തകർക്ക് നേരെ ഉൾപ്പെടെ കല്ലുകൾ എറിയുകയായിരുന്നു. തുടർന്ന് 2 മാധ്യമപ്രവർത്തകർക്ക്, ക്യാമറമാൻമാർക്ക് പരിക്കേറ്റിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസിന്റെ 3 പ്രവർത്തകർക്കും പരിക്കേറ്റിട്ടുണ്ട്. സംസ്ഥാനത്ത് ഈ രീതിയിൽ പ്രത്യേകിച്ചും തെക്കൻ ജില്ലകളിൽ ഹർത്താലിൽ വ്യാപകമായ അക്രമ സംഭവങ്ങൾ തന്നെയാണ് ഉണ്ടാകുന്നത്. കൊല്ലം ജില്ലയിൽ ഒരു പോലീസുകാരന് നേരെയും ഇത്തരത്തിൽ ഇവരുടെ ഭാഗത്ത് നിന്നുണ്ടായ അക്രമത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. ഈ രീതിയിലുള്ള അക്രമ പരമ്പര സംസ്ഥാന വ്യാപകമായി തന്നെ തുടരുക തന്നെയാണ്. പ്രിയ, ശരി, വിവരങ്ങളാണ് ഷീജ നൽകിയത്. കൊച്ചി നഗരത്തിൽ സ്വകാര്യ ബസ്സുകളും ഓട്ടോ ടാക്സി വാഹനങ്ങളും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തടഞ്ഞു. സ്വകാര്യ ബസിന്റെ ചില്ല് അടിച്ചു തകർക്കുകയും സംഘർഷമുണ്ടാക്കുകയും ചെയ്തു. 6ഓളം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തു. കുമ്പളങ്ങി, പള്ളുരുത്തി, തോപ്പുംപടി തുടങ്ങിയ പശ്ചിമ കൊച്ചിയിലും കോതമംഗലം, പെരുമ്പാവൂർ മേഖലകളിലും സമരക്കാർ സ്വകാര്യ ബസ്സുകൾ തടഞ്ഞ് യാത്രക്കാരെ ഇറക്കിവിട്ടു. യൂത്ത് കോൺഗ്രസ് അക്രമം അഴിച്ചുവിട്ടതോടെ ഉച്ചവരെ ഉണ്ടായിരുന്ന സർവീസുകൾ സ്വകാര്യ ബസ്സുകൾ നിർത്തിവെച്ചു. തുറന്നുകിടന്ന കടകമ്പോളങ്ങളും അടപ്പിച്ചു. മെട്രോ നിർമ്മാണത്തിന്റെ ജോലികളും നിർത്തിവെപ്പിച്ചു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുറന്ന് പ്രവർത്തിച്ചില്ല. ഇതിനിടെ കോട്ടയം നഗരത്തിൽ കടകൾ അടപ്പിക്കാൻ ശ്രമിക്കുന്നതിനിടെ ബേക്കർ ജംഗ്ഷനിൽ സംഘർഷമുണ്ടായി. 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. നാട്ടകത്ത് ഹർത്താൽ അനുകൂലികൾ ബൈക്ക് ഷോറൂമിന്റെ ചില്ലുകൾ തകർത്തു. വടക്കൻ കേരളത്തിലും ഹർത്താൽ പുരോഗമിക്കുകയാണ്. മലപ്പുറത്ത് ഹർത്താൽ അനുകൂലികൾ വാഹനം തടഞ്ഞു. ജില്ലയിൽ സർവീസ് നടത്തുകയായിരുന്ന സ്വകാര്യ ബസിന്റെ ഡ്രൈവറെ മർദ്ദിച്ചു. DDO ഓഫീസിലെ ജീവനക്കാരെ ഹർത്താൽ അനുകൂലികൾ പൂട്ടിയിട്ടു. പയ്യോളിയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ദേശീയപാത ഉപരോധിച്ചു.
വിദ്യാർത്ഥി വിരുദ്ധ നയങ്ങൾ പിന്തുടരുന്ന കേന്ദ്ര സർക്കാരിന് താക്കീതായി ഇടത് വിദ്യാർത്ഥി സംഘടനകളുടെ ദില്ലി ചലോ പാർലമെന്റ് മാർച്ച് അല്പസമയത്തിനകം ആരംഭിക്കും. പൊതുവിദ്യാഭ്യാസ സാർവത്രികവും സൗജന്യവുമാക്കുക, വിദ്യാഭ്യാസ രംഗത്തെ വർഗീയവൽക്കരണം അവസാനിപ്പിക്കുക, കേന്ദ്ര ബജറ്റിലെ 10% വിദ്യാഭ്യാസ മേഖലയ്ക്ക് മാറ്റിവെക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ച്. വിവരങ്ങളുമായി ശരത് ചേരുകയാണ്. ശരത്, വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഇന്ന് വിദ്യാർത്ഥി സംഘടനകളുടെ മാർച്ച് നടക്കാൻ പോകുന്നത്. എത്ര മണിയോടെ മാർച്ച് ആരംഭിക്കും? പ്രിയ, മാർച്ച് ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ മാർച്ചിന്റെ പൊതുസമ്മേളനം ദില്ലി ജന്തർ മന്ദറിൽ ആരംഭിച്ചിരിക്കുന്നു. വിവിധങ്ങളായ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് 5 ഇടത് വിദ്യാർത്ഥി സംഘടനകളുടെ നേതൃത്വത്തിൽ ഇന്ന് ദില്ലി ചലോ പാർലമെന്റ് മാർച്ച് സംഘടിപ്പിച്ചത്. പ്രധാനമായും ആവശ്യങ്ങളായി ഉന്നയിക്കാൻ വേണ്ടി ഈ ഇടത് വിദ്യാർത്ഥി സംഘടനകൾ ആവശ്യങ്ങളായി ഉന്നയിച്ചിരിക്കുന്നത് ഒന്ന്, കുടിശ്ശികയായ സ്കോളർഷിപ്പ് തുക മുഴുവൻ കുടിശ്ശിക തീർത്ത് നൽകാൻ വേണ്ടി തയ്യാറാവുക, രാജ്യത്തെ വിദ്യാഭ്യാസ മേഖലയിലെ വർഗീയവൽക്കരണം അവസാനിപ്പിക്കുക, അതുപോലെ തന്നെ GDP-യുടെ 6% വിദ്യാഭ്യാസ മേഖലയ്ക്ക് വേണ്ടി മാറ്റിവെക്കുക, കേന്ദ്ര ബജറ്റിന്റെ 10% ബജറ്റിൽ 10% വിദ്യാഭ്യാസ മേഖലയ്ക്ക് വേണ്ടി മാറ്റിവെക്കുക, അതുപോലെ തന്നെ സ്വകാര്യ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ സംവരണം ഉറപ്പാക്കാൻ വേണ്ടി സർക്കാരുകൾ തയ്യാറാവുക തുടങ്ങിയിട്ടുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇന്ന് 5 ഇടത് വിദ്യാർത്ഥി സംഘടനകളുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള ഒരു മാർച്ച് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. വലിയ വിദ്യാർത്ഥി പങ്കാളിത്തമാണ് ഈ മാർച്ചിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ ഈ കേന്ദ്ര സർക്കാരിനെതിരായ വിദ്യാർത്ഥികളുടെ വികാരത്തെ അടയാളപ്പെടുത്തുന്ന രീതിയിലുള്ള വിദ്യാർത്ഥി പങ്കാളിത്തം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. നേരത്തെ JNUവിന്റെ മുൻ വിദ്യാർത്ഥി യൂണിയൻ പ്രസിഡന്റായ കന്നയ്യകുമാറും ഈ മാർച്ചിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഇപ്പോൾ എത്തിയിട്ടുണ്ട്. നേരത്തെ വലിയ ആക്രമണ സംഭവങ്ങളൊക്കെ തന്നെ ഈ ദില്ലി ചലോ മാർച്ചിന്റെ ഭാഗമായി വിദ്യാർത്ഥി സംഘടനകൾ ലഘുലേഖ ഉൾപ്പെടെ വിതരണം ചെയ്ത വേളയിൽ അതിൽ പരിഭ്രാന്തി പൂണ്ട ABVP-ക്കാർ വലിയ അക്രമങ്ങളൊക്കെ തന്നെ SFI പ്രവർത്തകർക്ക് നേരെ അഴിച്ചുവിട്ടിരുന്നു. അത്തരത്തിലുള്ള പ്രതികൂല സാഹചര്യങ്ങളെയൊക്കെ തന്നെ മറികടന്നുകൊണ്ടാണ് ഈ ഒരു വലിയ വിദ്യാർത്ഥി മുന്നേറ്റം ഇത്തരത്തിൽ സംഘടിപ്പിക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നായി 10,000-ഓളം വിദ്യാർത്ഥികളാണ് മാർച്ചിൽ അണിനിരക്കുന്നത്. വലിയ ഒരു പങ്കാളിത്തം തന്നെ ഈ വിദ്യാർത്ഥി മാർച്ചിൽ നടത്താൻ വേണ്ടി സാധിക്കും. കർഷകർ, തൊഴിലാളികൾ, ദളിത് ന്യൂനപക്ഷ വിഭാഗങ്ങൾ എല്ലാവർക്കും പിറകെയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിനെതിരായ ഒരു പ്രതിഷേധവുമായി ഇപ്പോൾ വിദ്യാർത്ഥികളും അണിനിരന്നിരിക്കുന്നത്. ദില്ലി രാംലീല മൈതാനിയിൽ നിന്നും ഏതാണ്ട് 11 മണിയോടുകൂടിയാണ് മാർച്ചാണ് ഇപ്പോൾ ജന്തർ മന്ദറിൽ പൊതുസമ്മേളനം ആയി നടക്കുന്നത്. പൊതുസമ്മേളനത്തിന്റെ ആരംഭം കുറിച്ചുകൊണ്ട് പുൽവാമയിൽ 40 സൈനികർ കൊല്ലപ്പെട്ട സംഭവത്തിൽ സൈനികരുടെ കൊല്ലപ്പെട്ട സംഭവത്തിൽ അവർക്ക് അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ടാണ് പൊതുസമ്മേളനം ആരംഭിച്ചത്. നേരത്തെ തന്നെ പ്രമുഖ സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരൊക്കെ തന്നെ ഈ മാർച്ചിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്തെത്തിയിരുന്നു. കവിയായ സച്ചിദാനന്ദൻ, അതുപോലെ തന്നെ സംഗീതജ്ഞൻ TM കൃഷ്ണ, ചരിത്രകാരിയായ റമീല താപ്പർ എന്നിവരൊക്കെ ഈ മാർച്ചിന് പിന്തുണ അറിയിച്ചിട്ടുണ്ടായിരുന്നു. കേന്ദ്ര സർക്കാർ വിദ്യാഭ്യാസത്തിന്റെ അടിസ്ഥാന മൂല്യങ്ങൾ തന്നെ തകർത്തെറിയുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഈ സർക്കാരിനെതിരായി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിദ്യാർത്ഥികൾ വിധിയെഴുതും എന്നുള്ള ഒരു വ്യക്തമായ സൂചന കൂടിയാണ് ഈ മാർച്ചിലൂടെ ഇടത് വിദ്യാർത്ഥി സംഘടനകൾ നൽകുന്നത്. ഏതായാലും നാളെയും ഈ വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന അധ്യാപകർ, നോൺ ടീച്ചിങ് സ്റ്റാഫ്, അതുപോലെ തന്നെ വിദ്യാർത്ഥികളൊക്കെ നാളെയും മാർച്ച് സംഘടിപ്പിക്കുന്നുണ്ട്. ഈ രീതിയിൽ രാജ്യത്തെ വിദ്യാർത്ഥി സമൂഹത്തിന്റെ കേന്ദ്ര സർക്കാരിനെതിരായ പ്രതിഷേധത്തെ പൂർണ്ണമായും അടയാളപ്പെടുത്തുന്ന ഒരു മാർച്ച് തന്നെയാണ് ഇന്ന് ദില്ലി ജന്തർ മന്ദറിൽ ഉണ്ടാക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ വികലമായ വിദ്യാഭ്യാസ നയത്തിനെതിരെ വിവിധ വിദ്യാർത്ഥി സംഘടനകൾ നടത്തുന്ന മാർച്ച്, ദില്ലി ചലോ മാർച്ച് ദില്ലിയിൽ ആരംഭിച്ചിരിക്കുകയാണ്. വിശദാംശങ്ങളാണ് ശരത്ത് നൽകിയത്. ഇടവേള. കാസർഗോഡ് സംഭവത്തിൽ അക്രമികൾക്കെതിരെ കർശന നടപടിയെടുക്കണമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. പാർട്ടി പ്രവർത്തകർ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് പരിശോധിക്കും. അത്തരക്കാർക്ക് പാർട്ടി യാതൊരു സംരക്ഷണവും നൽകില്ലെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. അവരെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. കാസർഗോഡ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കൊല്ലപ്പെട്ടത് അത്യന്തം അപലപനീയവും പ്രതിഷേധാർഹവുമാണ്. സംഭവിക്കാൻ പാടില്ലാത്തതാണ് നടന്നത്. അക്രമരാഷ്ട്രീയം CPIM പ്രോത്സാഹിപ്പിക്കില്ല. സംഭവത്തിന് പിന്നിൽ CPIM പ്രവർത്തകർ ഉണ്ടെങ്കിൽ അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും. അത്തരക്കാർക്ക് പാർട്ടി സംരക്ഷണം നൽകില്ലെന്നും കോടിയേരി ബാലകൃഷ്ണൻ വ്യക്തമാക്കി. ഇതിനകത്ത് CPIM-ന്റെ ആരെങ്കിലും ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരെ നിയമത്തിന് മുമ്പിൽ എത്തിക്കാൻ ആവശ്യമായ നടപടികൾ CPIM-ന്റെ ഭാഗത്ത് തന്നെ സ്വീകരിക്കും. പ്രതികളിൽ ആരെങ്കിലും CPIM-കാർ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ പാർട്ടിയുടെ യാതൊരുവിധ സഹായവും അത്തരക്കാർക്ക് നൽകുന്നതായിരിക്കില്ല. CPIM-ന്റെ ഭാഗമായി ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടത്താൻ ആരെയും അനുവദിക്കില്ല. അതിൻ്റെ പേരിൽ പ്രസ്ഥാനമാണ് അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടി വരിക. അത്തരം കാര്യങ്ങൾ മനസ്സിലാക്കാതെ ആരെങ്കിലും ചെയ്യുന്ന സംഭവങ്ങളൊന്നും പാർട്ടി ഏറ്റെടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് ഈ സംഭവത്തിൻ്റെ പേരിൽ കർശനമായ നടപടി സ്വീകരിക്കണം.
പോലീസ് ശക്തമായ നടപടി അവിടെ സ്വീകരിക്കണം. പാർട്ടിയുടെയും സർക്കാരിന്റെയും നയത്തിന് വിരുദ്ധമാണ് സംഭവിച്ചത്. ചെയ്തവരാരായാലും രാഷ്ട്രീയ ബോധമില്ലാത്തവരാണെന്നും കോടിയേരി പറഞ്ഞു. പാർട്ടി പ്രവർത്തകർ ഉണ്ടെങ്കിൽ അവർക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. കാസർഗോഡ് സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ LDF സംഘടിപ്പിക്കുന്ന ഇന്നത്തെ പ്രചരണ ജാഥകൾ മാറ്റിവെച്ചതായും അദ്ദേഹം പറഞ്ഞു. ഇന്ന് നിശ്ചയിച്ച പരിപാടി നാളത്തേക്ക് മാറ്റുന്നില്ല. ഇന്ന് നിശ്ചയിച്ച പരിപാടികൾ 8 മണ്ഡലങ്ങളിലെ പരിപാടികൾ എന്ത് ചെയ്യണമെന്ന് പിന്നീട് LDF ആലോചിക്കുന്നതാണ്. ഈ മറ്റു ദിവസങ്ങളിൽ നാളെ മുതലുള്ളത് നേരത്തെ നിശ്ചയിച്ചതുപോലെ നടക്കുന്നതായിരിക്കും. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കാസർഗോഡ് പെരിയയിൽ നടന്ന കൊലപാതകം പ്രത്യേക അന്വേഷണ സംഘം അന്വേഷിക്കും. കൊല്ലപ്പെട്ടവരുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായി. സംഭവത്തിൽ സംസ്ഥാനത്ത് യൂത്ത് കോൺഗ്രസ് ഹർത്താൽ പുരോഗമിക്കുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി സണ്ണി ജോസഫ് ചേരുകയാണ്. സണ്ണി, സംസ്ഥാനത്തും ഒപ്പം തന്നെ ജില്ലയിലും ഹർത്താൽ പുരോഗമിക്കുന്നു. മരിച്ചവരുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായിരിക്കുകയാണ്. എന്താണ് കൂടുതൽ വിവരങ്ങൾ? പ്രിയ, ഇന്നലെ രാത്രി 8 മണിയോടെയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ കൃപേഷും ശരത്ലാലും പെരിയ കല്യോട്ട് ഗ്രാമത്തിൽ കൊല്ലപ്പെട്ടത്. അജ്ഞാത സംഘം ഇവരെ വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിനിടയിൽ ഇവർ മരണപ്പെട്ടു. ഇന്ന് രാവിലെ ഇവരുടെ മൃതദേഹങ്ങൾ പരിയാരം മെഡിക്കൽ കോളേജിലെത്തി പോസ്റ്റ്മോർട്ടം നടത്തി. ഉച്ചയ്ക്ക് 1 മണിയോടുകൂടി കോൺഗ്രസ് നേതാക്കൾ മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങി. ഇപ്പോൾ വിലാപയാത്രയായി അവരുടെ സ്വദേശമായ പെരിയയിലേക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. നീലേശ്വരത്ത് ഇപ്പോൾ മൃതദേഹങ്ങൾ വിലാപയാത്ര എത്തിയിട്ടുണ്ട്. 3 മണിയോടുകൂടി സ്വദേശത്ത് എത്തുമെന്നാണ് കരുതുന്നത്. തുടർന്ന് വീടുകളിലെത്തിച്ച ശേഷം ചടങ്ങുകൾക്ക് ശേഷം രണ്ടുപേരെയും ഒരേ സ്ഥലത്ത് തന്നെ കല്യോട്ട് ഒരേ സ്ഥലത്ത് തന്നെ ഒരുമിച്ച് സംസ്കരിക്കുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. സംഭവം സംബന്ധിച്ച് പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. പ്രതികളെ പിടികൂടുന്നതിനുള്ള ശ്രമത്തിലാണ് പോലീസ്. ഡോഗ് സ്ക്വാഡും അതുപോലെ തന്നെ വിരലടയാള വിദഗ്ധരും സംഭവ സ്ഥലത്തെത്തി. കണ്ണൂർ IG ഉൾപ്പെടെയുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും എത്തിയിരുന്നു. പ്രത്യേക അന്വേഷണ സംഘത്തെ കാസർഗോഡ് DYSP ക്രൈം ഡിറ്റാച്ച്മെന്റ് DYSP പ്രദീപിനെയാണ് അന്വേഷണ തലവനായി നിയോഗിച്ചിട്ടുള്ളത്. പ്രത്യേക ഉദ്യോഗസ്ഥരും മറ്റ് ഉദ്യോഗസ്ഥരും ഈ സംഘത്തിലുണ്ട്. ഈ സംഭവത്തിന് പിന്നിൽ CPIM ആണെന്ന് കോൺഗ്രസ് ആരോപിച്ചിട്ടുണ്ട്. കാരണം നേരത്തെ ഇവിടെ 2-3 തവണ CPM പ്രവർത്തകർക്ക് നേരെയും തുടർന്നുള്ള സംഘർഷങ്ങൾ നിലനിന്നിരുന്നു. അതിന്റെ തുടർച്ചയായിട്ടുള്ള CPM പ്രതികാര നടപടിയുടെ ഭാഗമായിട്ട് നടത്തിയ ആക്രമണത്തിലാണ് ഇവർ കൊല്ലപ്പെട്ടതെന്ന് കോൺഗ്രസ് ആരോപിച്ചിരുന്നു. എന്നാൽ പാർട്ടി ഇത് ശക്തിയായി നിഷേധിച്ചിട്ടുണ്ട്. സംഭവത്തിൽ പാർട്ടിക്ക് യാതൊരു ബന്ധവുമില്ലെന്ന് CPM കാസർഗോഡ് ജില്ലാ സെക്രട്ടറി MV ബാലകൃഷ്ണൻ മാസ്റ്റർ പ്രസ്താവനയിൽ പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം ആരെങ്കിലും ഈ സംഭവത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ നടപടി ഉണ്ടാവുമെന്നും പ്രതികളെ സംരക്ഷിക്കുന്ന ഒരു നടപടിയും പാർട്ടിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ലെന്നും CPIM വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതേ കാര്യങ്ങൾ തന്നെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ വിലാപയാത്രയെ നാട്ടിലേക്ക് പെരിയയിലെ കല്യോട്ട് ഗ്രാമത്തിലേക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രനും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളും MLA-മാരും മറ്റു പ്രവർത്തകരൊക്കെ ഈ പ്രദേശത്തേക്ക് എത്തിയിട്ടുണ്ട്. കാസർഗോഡ് ജില്ലയിൽ ഹർത്താൽ ആഹ്വാനം പോയതാണ്ട് പൂർണ്ണമാണ്. അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. KSRTC സ്വകാര്യ ബസ്സുകളും ഓടുന്നില്ല. ശക്തമായ പോലീസിനെ ജില്ലയിൽ വ്യാപകമായി വിന്യസിച്ചിട്ടുണ്ട്. പ്രിയ, ശരി, വിവരങ്ങളാണ് സണ്ണി ജോസഫ് നൽകിയത്. പെരിയ ഇരട്ടക്കൊലപാതകം പ്രത്യേക സംഘം അന്വേഷിക്കുമെന്ന് കണ്ണൂർ റേഞ്ച് IG ബൽറാം കുമാർ ഉപാധ്യായ പറഞ്ഞു. മുൻപ് അവിടെ ഉണ്ടായ അക്രമ സംഭവങ്ങൾ പരിശോധിക്കും. പ്രതികളെ വേഗത്തിൽ പിടികൂടുവാൻ നടപടി ഉണ്ടാകുമെന്നും സംഭവസ്ഥലം സന്ദർശിച്ച IG മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. കൊലപാതകം CPIM-ന്റെ തലയിൽ കെട്ടിവെക്കേണ്ടെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. CPIM-നെ പ്രതിയാക്കാൻ ബോധപൂർവമായ ശ്രമം നടത്തുന്നു. കൊലപാതകത്തെ യൂത്ത് കോൺഗ്രസ് ആഘോഷമാക്കുകയാണ്. ഹർത്താൽ നടത്തി ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നു. കൊലപാതകങ്ങൾക്കെതിരെ മുഖം നോക്കാതെ നടപടിയെടുക്കുമെന്നും കടകംപള്ളി പറഞ്ഞു. കാസർഗോഡ് CPM-ന്റെ ജില്ലാ സെക്രട്ടറി വളരെ കൃത്യമായിട്ടും പറഞ്ഞിട്ടുണ്ട്, ഈ കൊലപാതകത്തിന് പിന്നിൽ യാതൊരു രാഷ്ട്രീയ വിഷയങ്ങളും ഇല്ല എന്ന്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം 2 പ്രവർത്തകരുടെ കൊലപാതകത്തെ ഏതാണ്ട് ആഘോഷിക്കുന്ന മട്ടിലാണ്. ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ എന്നുള്ള മട്ടിൽ CPM-ന്റെ മേൽ അനാവശ്യമായിട്ട് പഴിചാരി കേരളമാകെ ഇന്നലെ രാത്രി വരെ പറഞ്ഞിരുന്നത് കാസർഗോഡ് ജില്ലയിൽ മാത്രമാണ് ഹർത്താൽ എന്നാണ്. നമ്മുടെ സംസ്ഥാനമാകെ ഹർത്താൽ ആഘോഷിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. ഏതായാലും അനാവശ്യമായ ഒരു സംഗതിയായിപ്പോയി ഇന്നിപ്പോൾ ഈ ദാരുണമായിട്ടുള്ള
കൊലപാതകമാണെങ്കിൽ പോലും അത് CPM-ന്റെ മേൽ കെട്ടിവെച്ച് നടത്തുന്നതായിട്ടുള്ള ഹർത്താൽ. നിശ്ചയമായിട്ടും കൊലപാതകത്തെ CPM എല്ലാ പാർട്ടികളും അപലപിക്കുന്നുണ്ട്. പക്ഷേ അത് CPM-ന്റെ മേൽ എന്തിനു കെട്ടിവെച്ചു എന്നുള്ളത് എത്ര തന്നെ ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല എന്ന് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ബാലകൃഷ്ണ മാസ്റ്റർ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏത് സംഭവം നടന്നാലും CPM-നെ പ്രതിയാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ബോധപൂർവമായിട്ടുള്ളൊരു പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നും ഈ ഹർത്താൽ നടത്തി ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി തയ്യാറാകുന്നത്. പുൽവാമ സ്ഫോടനത്തിന്റെ മുഖ്യ സൂത്രധാരൻ എന്ന് കരുതപ്പെടുന്ന ജെയ്ഷെ ഇ മുഹമ്മദ് കമാൻഡർ ഖാസി റാഷിദിനെ സൈന്യം വെടിവെച്ചു കൊന്നു. പുൽവാമ ജില്ലയിൽ തീവ്രവാദികളുടെ ഒളിത്താവളത്തിൽ നടന്ന വെടിവെപ്പിൽ ഒരു മേജർ അടക്കം 4 സൈനികർ വീരമൃത്യു വരിച്ചു. കൂടുതൽ തീവ്രവാദികൾക്കായുള്ള തിരച്ചിൽ തുടരുകയാണ്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഉന്നതതല യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തി. അതേസമയം ഇന്ത്യയിലെ ഹൈക്കമ്മീഷണറെ പാകിസ്ഥാൻ മടക്കി വിളിച്ചു. 40 CRPF ജവാന്മാരുടെ മരണത്തിനിടയാക്കിയ സ്ഫോടനത്തിന്റെ സൂത്രധാരനെന്ന് കരുതപ്പെടുന്ന ജെയ്ഷെ മുഹമ്മദ് കമാൻഡർ ഖാസി റാഷിദിയെയും കൂട്ടാളിയെയുമാണ് സൈന്യം വധിച്ചത്. അർദ്ധരാത്രിയോടെ തീവ്രവാദികൾ ഒളിച്ചിരുന്ന പുൽവാമയിലെ രഹസ്യ കേന്ദ്രം രാഷ്ട്രീയ റൈഫിൾസിന്റെ 55-ാം ബറ്റാലിയനിലെ സൈനികർ വളഞ്ഞു. തീവ്രവാദികൾ സൈന്യത്തിന് നേരെ നിറയൊഴിച്ചു. സൈന്യം നടത്തിയ പ്രത്യാക്രമണത്തിൽ ഖാസി റാഷിദ് അടക്കം 2 തീവ്രവാദികൾ കൊല്ലപ്പെട്ടു. ബോംബ് നിർമ്മാണത്തിൽ വിദഗ്ധനായ ഖാസിയാണ് സ്ഫോടനത്തിനായി ബോംബ് നിർമ്മിച്ചതെന്ന് നേരത്തെ രഹസ്യാന്വേഷണ വിഭാഗം കണ്ടെത്തിയിരുന്നു. വെടിവെപ്പ് നടന്ന സ്ഥലത്ത് കൂട്ടമായി എത്തിയ പ്രദേശവാസികളെ സൈന്യം പിരിച്ചുവിടുന്ന ദൃശ്യങ്ങളും പുറത്തുവന്നു. पुलवामा पुलिस की तरफ से आप नौजवानों से मोतबाना गुजारिश करता हूं कि आपकी जान जो है हमारे लिए निहायत ही कीमती है. आप नौजवान हैं, आपकी जिंदगी है आगे. आप मेहरबानी करके वापस चले जाइए. തീവ്രവാദികളുമായുള്ള ഏറ്റുമുട്ടലിൽ ഒരു മേജർ അടക്കം 4 സൈനികർ വീരമൃത്യു വരിച്ചു. ഒരു പ്രദേശവാസിയും കൊല്ലപ്പെട്ടിട്ടുണ്ട്. സ്ഫോടനത്തിനായി ചാവേർ അദിൽ അഹമ്മദിന് സഹായം ചെയ്തു കൊടുത്ത മറ്റു തീവ്രവാദികൾക്ക് വേണ്ടി ഷോപ്പിയാനിലെ ക്രവോര മേഖലയിലും സൈന്യം തിരച്ചിൽ നടത്തി. സൈന്യവും തീവ്രവാദികളും ഏറ്റുമുട്ടൽ നടത്തുന്നതിനിടെ പൂഞ്ച് സെക്ടറിൽ പാകിസ്ഥാൻ സൈന്യം വെടിനിർത്തൽ കരാർ ലംഘിച്ച് വെടിവെപ്പ് നടത്തി. ദില്ലിയിൽ അടിയന്തര യോഗം ചേർന്ന കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം സ്ഥിതിഗതികൾ വിശകലനം ചെയ്തു. കരസേനാ മേധാവി കാശ്മീരിലെ സംഭവവികാസങ്ങൾ ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗിനെ ധരിപ്പിച്ചു. അതേസമയം ഇന്ത്യയിലെ പാകിസ്ഥാൻ ഹൈക്കമ്മീഷണർ സൊഹാലി മുഹമ്മദിനെ പാകിസ്ഥാൻ മടക്കി വിളിച്ചു. പാകിസ്ഥാൻ വിദേശകാര്യ വക്താവ് ഡോക്ടർ മുഹമ്മദ് ഫൈസൽ ഇത് സ്ഥിരീകരിച്ച് ട്വീറ്റ് ചെയ്തു. ഹൈക്കമ്മീഷണർ പുലർച്ചെ തന്നെ പാകിസ്ഥാനിലേക്ക് വിമാനം കയറി. സ്ഫോടനത്തെ തുടർന്ന് പാക് ഹൈക്കമ്മീഷണറെ ഇന്ത്യ വിളിച്ചു വരുത്തി പ്രതിഷേധം അറിയിച്ചതിന് പിന്നാലെയാണ് പാകിസ്ഥാന്റെ നടപടി. ന്യൂസ് ബ്യൂറോ, ദില്ലി. കേരള കോൺഗ്രസിലെ തർക്കം തീർക്കാൻ ലീഗിന്റെ ഇടപെടൽ. KM മാണി, PJ ജോസഫ് എന്നിവരുമായി PK കുഞ്ഞാലിക്കുട്ടിയും MK മുനീറും കൂടിക്കാഴ്ച നടത്തി. ലീഗ് 3-ാം സീറ്റ് അവകാശവാദത്തിൽ നിന്നും പിന്മാറിയതിന് പിന്നാലെയാണ് PJ ജോസഫിനെ മെരുക്കാൻ ലീഗ് നേതാക്കൾ കളത്തിലിറങ്ങിയത്. പാർട്ടി പിളർന്നാലും UDF-നൊപ്പം ഉണ്ടാകുമെന്ന് ജോസഫ് കൂടിക്കാഴ്ചയിൽ വ്യക്തമാക്കി. ലോക്സഭാ സീറ്റ് വിഭജനത്തിനുള്ള ഉഭയകക്ഷി ചർച്ച മാറ്റിവെച്ച പശ്ചാത്തലത്തിലാണ് ലീഗ് കേരള കോൺഗ്രസ് നേതാക്കൾ തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയത്. 3-ാം സീറ്റ് വാദത്തിൽ നിന്നും ലീഗ് പിന്മാറിയതോടെ സീറ്റ് ആവശ്യത്തിൽ ഉറച്ചുനിൽക്കുന്ന PJ ജോസഫിനെ അനുനയിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇന്നത്തെ കൂടിക്കാഴ്ച നടന്നത്. മുസ്ലിം ലീഗ് നേതാക്കളായ PK കുഞ്ഞാലിക്കുട്ടി, MK മുനീർ എന്നിവർ ആദ്യം KM മാണിയെയും ജോസ് കെ മാണിയെയും കണ്ട് കേരള കോൺഗ്രസിലെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചു. തുടർന്ന് ഇരുവരും PJ ജോസഫുമായി കൂടിക്കാഴ്ച നടത്തി. മാണിയും ജോസഫുമായുള്ള കൂടിക്കാഴ്ചയിലെ ചർച്ചാ വിഷയം രാഷ്ട്രീയം തന്നെയായിരുന്നുവെന്ന് പിന്നീട് കുഞ്ഞാലിക്കുട്ടി മാധ്യമങ്ങളോട് പറഞ്ഞു. ഞങ്ങൾ പിന്നെ ചക്കയുടെയും മാങ്ങയുടെയും കാര്യമല്ലല്ലോ പറയാ, ഞങ്ങൾ രാഷ്ട്രീയം തന്നെയല്ലേ പറയാ. അതുകൊണ്ട് രാഷ്ട്രീയം വല്ലതും കടന്നു വന്നോ എന്നുള്ള ചോദ്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് മാത്രമായിരുന്നു എന്നുള്ളതാണ് സത്യം. കോട്ടയം ലോക്സഭാ സീറ്റ് വിട്ടുനൽകാനാവില്ലെന്ന് KM മാണിയും ജോസ് കെ മാണിയും വ്യക്തമാക്കിയതായാണ് സൂചന. ജോസ് കെ മാണി പാർട്ടി ചെയർമാൻ സ്ഥാനത്ത് എത്തുന്നതാണ് PJ ജോസഫിനെ അലട്ടുന്നത്. ലോക്സഭാ സീറ്റും തന്നോടൊപ്പമുള്ള നേതാക്കൾക്ക് പരിഗണനയും നൽകിയാൽ ഒത്തുതീർപ്പിന് തയ്യാറാണെന്നാണ് PJ ജോസഫ് കുഞ്ഞാലിക്കുട്ടിയെ അറിയിച്ചത്. ഇല്ലെങ്കിൽ പാർട്ടി പിളർപ്പിലേക്ക് പോകുമെന്ന സൂചനയും ജോസഫ് നൽകുന്നു. എന്തായാലും പാർട്ടി പിളർന്നാലും താൻ UDF-നൊപ്പം ഉണ്ടാകുമെന്ന ഉറപ്പും PJ ജോസഫ് ലീഗ് നേതാക്കൾക്ക് നൽകിയിട്ടുണ്ട്. ലെസ്ലി ജോൺ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.
കോട്ടയം ലോക്സഭാ സീറ്റിൽ അവകാശവാദം ഉന്നയിച്ച് യൂത്ത് ഫ്രണ്ട് എം സംസ്ഥാന പ്രസിഡന്റ് സജി മഞ്ഞക്കടമ്പലിനെ സ്ഥാനാർത്ഥിയാക്കണമെന്ന ആവശ്യം. യൂത്ത് ഫ്രണ്ട് എം സംസ്ഥാന കമ്മിറ്റിയുടെ നിവേദനം കേരള കോൺഗ്രസ് എം സംസ്ഥാന നേതൃത്വത്തിന് കൈമാറി. ജോസ് കെ മാണി യൂത്ത് ഫ്രണ്ട് എം സംസ്ഥാന പ്രസിഡന്റായിരിക്കുമ്പോഴാണ് കോട്ടയം സീറ്റിൽ മത്സരിച്ചത്. 2 തവണ MP-യായ ജോസ് കെ മാണി രാജ്യസഭാംഗമായ സാഹചര്യത്തിൽ യൂത്ത് ഫ്രണ്ടിന് കോട്ടയം സീറ്റിൽ അവകാശമുണ്ടെന്നാണ് സംസ്ഥാന പ്രസിഡന്റ് സജി മഞ്ഞക്കടമ്പലിന്റെ വാദം. സീറ്റ് ലഭിച്ചാൽ സജി മഞ്ഞക്കടമ്പലിനെ സ്ഥാനാർത്ഥിയാക്കണമെന്നാവശ്യപ്പെട്ട് 14 ജില്ലാ ഭാരവാഹികൾ ഒപ്പിട്ട കത്ത് കേരള കോൺഗ്രസ് എം സംസ്ഥാന നേതൃത്വത്തിന് കൈമാറി. ജോസ് കെ മാണി അദ്ദേഹം യൂത്ത് ഫ്രണ്ട് സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നപ്പോൾ മത്സരിച്ച സീറ്റാണ്. അപ്പോൾ അദ്ദേഹം രാജ്യസഭയിലേക്ക് പോയപ്പോൾ ഇപ്പോൾ മാണി സാറോ അല്ലെ PO സാർ ആരും മത്സരിക്കുന്നില്ല, തീർച്ചയായിട്ടും അത് യൂത്ത് ഫ്രണ്ടിന് അർഹതപ്പെട്ടതായതുകൊണ്ട് യൂത്ത് ഫ്രണ്ട് സീറ്റ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ തന്നില്ല, സത്യമാണ്. അതുകൊണ്ട് ഇപ്പോൾ തരാം. അപ്പോൾ അതിനുള്ള സാഹചര്യമുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ മഞ്ഞക്കടമ്പലിന്റെ വ്യക്തിക്ക് സീറ്റ് കിട്ടിയാൽ മത്സരിക്കുന്നതിന് യാതൊരു ആഗ്രഹക്കുറവുമില്ല. കേരള കോൺഗ്രസിന് അർഹമായ 2ാം സീറ്റും നേടിയെടുക്കണമെന്ന PJ ജോസഫിന്റെ അഭിപ്രായത്തോട് യൂത്ത് ഫ്രണ്ട് എമ്മിന് യോജിപ്പാണുള്ളത്. കേരള കോൺഗ്രസിന് 2ാമത് സീറ്റ് കൂടെ വേണമെന്നുള്ള ആവശ്യമുണ്ട്. തീർച്ചയായും 2ാമത് സീറ്റ് ലഭിക്കുകയും വേണം. അതിനുള്ള യോഗ്യതയും കേരള കോൺഗ്രസിനുണ്ട്. കോട്ടയം സീറ്റിൽ ജോസഫ് വിഭാഗവും മത്സരിക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചതിന് പിന്നാലെ യൂത്ത് ഫ്രണ്ട് എം സീറ്റ് ആവശ്യപ്പെട്ട് പാർട്ടിക്ക് നൽകിയ കത്ത് വലിയ പ്രതിസന്ധിയും തർക്കവുമാണ് കേരള കോൺഗ്രസിനുള്ളിൽ സൃഷ്ടിച്ചിട്ടുള്ളത്. TP പ്രശാന്ത്, ന്യൂസ് ബ്യൂറോ, കോട്ടയം. കോൺഗ്രസ് JMM സഖ്യവും BJPയും തമ്മിലുള്ള നേർക്കു പോരാട്ടമാണ് ജാർഖണ്ഡിൽ നടക്കുന്നത്. 14ൽ 12 സീറ്റും സ്വന്തമാക്കിയ കഴിഞ്ഞ തവണത്തെ പ്രകടനം ഇത്തവണ ആവർത്തിക്കാൻ BJPക്ക് സാധിക്കില്ല. കടുത്ത തോൽവി ഒഴിവാക്കാനുള്ള ശ്രമത്തിലാണ് BJP. ജാർഖണ്ഡ് മുക്തി മോർച്ചയുമായി സഖ്യമുണ്ടാക്കിയതിന്റെ നേട്ടമുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസ്. ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഒന്നിച്ചു നടക്കാനുള്ള സാധ്യതകളും തള്ളിക്കളയാനാകില്ല. രാഷ്ട്രീയ അസ്ഥിരതയുടെ ഭാഗമായി ഞൊടിയിടയിൽ താഴെ വീഴുന്ന സർക്കാരുകളാണ് 2014 വരെയുള്ള ജാർഖണ്ഡിന്റെ രാഷ്ട്രീയ ചിത്രത്തിന്റെ പ്രത്യേകത. സംസ്ഥാനം രൂപീകരിച്ച 2000 മുതൽ 2014 വരെ മാത്രം ജാർഖണ്ഡിന് 9 മുഖ്യമന്ത്രിമാരുണ്ടായി. ജാർഖണ്ഡിന്റെ രാഷ്ട്രീയ അസ്ഥിരത വ്യക്തമാകാൻ ഈ കണക്ക് മാത്രം മതി. ആദ്യമായി 5 വർഷം സർക്കാരിനെ താഴെ വീഴാതെ നിർത്തിയത് വോട്ടായി മാറുമെന്ന ആത്മവിശ്വാസത്തിലാണ് രഘുബർ ദാസിന്റെ നേതൃത്വത്തിൽ BJP ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 14ൽ 12 സീറ്റും സ്വന്തമാക്കിയ BJP തൊട്ടു പിന്നാലെ ആ വർഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും വിജയിച്ച് സർക്കാരുണ്ടാക്കി. എന്നാൽ ഇത്തവണ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരായ 2 ഭരണവിരുദ്ധ വികാരങ്ങളുടെയും കാഠിന്യം BJP നേരിടുന്നു. സംസ്ഥാന സർക്കാരിനെതിരായ അഴിമതി ആരോപണങ്ങൾ, ഖനി ലൈസൻസ് അനുവദിച്ചതിലെ ക്രമക്കേട്, ആശുപത്രികളിലെ കൂടിയ ശിശുമരണ നിരക്ക്, ആദിവാസി ഭൂനിയമത്തിനെതിരായ പ്രതിഷേധങ്ങൾ തുടങ്ങിയവ BJPക്ക് പ്രതികൂലമായി നിൽക്കുന്നു. 2015 ശേഷം നടന്ന 7 നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ 6ഉം BJP തോറ്റത് മാറിയ സാഹചര്യത്തിന്റെ സൂചനയാണ്. അഭിപ്രായ സർവേകൾ BJPക്ക് 6 സീറ്റുകളിൽ കൂടുതൽ പ്രവചിക്കുന്നില്ല. രഘുബർ ദാസിനെ മുഖ്യമന്ത്രിയാക്കിയത് വഴി ഏകീകരിക്കപ്പെട്ട മുസ്ലിം ആദിവാസി ഇതര വോട്ടുകളിലാണ് BJPയുടെ പ്രതീക്ഷ. കോൺഗ്രസ്, JMM, ജാർഖണ്ഡ് വികാസ് മോർച്ച, RJD എന്നീ പാർട്ടികൾ സഖ്യമായി മത്സരിക്കുന്നു. എന്നാൽ കൂടുതൽ സീറ്റ് ആവശ്യത്തിൽ ബാബുലാൽ മറാണ്ടിയുടെ JVM ഇപ്പോഴും ഉടക്കിലാണ്. സാന്താൾ പർഗാന പോലുള്ള ആദിവാസി മേഖലകളിലെ JMM സ്വാധീനം, ക്രിസ്ത്യൻ, ദളിത്, മുസ്ലിം വിഭാഗങ്ങൾ കോൺഗ്രസിന് നൽകുന്ന പിന്തുണ, നഗരമേഖലയിൽ കോൺഗ്രസിനുള്ള മേൽക്കൈ എന്നിവയാണ് സഖ്യത്തിന്റെ വിജയപ്രതീക്ഷകൾ വർദ്ധിപ്പിക്കുന്ന ഘടകങ്ങൾ. രാജ്മഹൽ, ദുംക, സിംഗ്ഭൂം, ഗൊദ്ദ എന്നീ സീറ്റുകളിൽ UPA വിജയമുറപ്പിക്കുന്നു. പലാമു, ജംഷേദ്പൂർ, ലോഹർദഗ, ഛത്ര സീറ്റുകൾ UPA അനുകൂലവുമാണ്. മറുവശത്ത് ധൻബാദ് മാത്രമാണ് BJP വിജയമുറപ്പിക്കുന്ന മണ്ഡലം. റാഞ്ചിയും അനുകൂലമായേക്കാം. കുന്തി, ഗിരിദ്, ഹസാരിബാഗ്, കൊദർമ എന്നീ 4 സീറ്റുകളിൽ ശക്തമായ മത്സരമുണ്ടാകും. നിയമസഭാ തെരഞ്ഞെടുപ്പും ഒന്നിച്ചു നടക്കാനുള്ള സാധ്യതകൾ തള്ളിക്കളയാനാകില്ല. തെരഞ്ഞെടുപ്പ് ഒന്നിച്ചു നടന്നില്ലെങ്കിൽ ഈ വർഷാവസാനം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വിജയം പാർട്ടികൾക്ക് നിർണായകമാണ്. ശരത് കെ ശശി, ന്യൂസ് ബ്യൂറോ, ദില്ലി.